തുടരും എന്ന സിനിമ വലിയ ഓളങ്ങളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു. അതിനുമുമ്പേ തന്നെ മോഹൻലാൽ എന്ന താരത്തിന്റെ ഫാൻ ബോയ്കളെ കണക്ട് ചെയ്യുന്ന രീതിയെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം തരുൺ മൂർത്തി എന്ന സംവിധായകൻ സംസാരിച്ചത്. പല സംസ്ഥാനങ്ങളിലുമുള്ള മോഹൻലാൽ ഫാൻ ബോയ്സിനെ തുടരും എന്ന ചിത്രം കണ്ടു കഴിഞ്ഞപ്പോൾ കണക്ട് ആക്കുന്നു എന്ന കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞുകൊണ്ട് എത്തിയുണ്ടായി. കഴിഞ്ഞ ദിവസം തുടരും എന്ന ചിത്രത്തെക്കുറിച്ച് വാചാലരായത് സൂര്യയും ജ്യോതികയും കാർത്തിയും ഒക്കെയാണ്. അതിൽ തന്നെ ജ്യോതിക പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്നത്. തുടരും എന്ന സിനിമയിൽ നായികയെ ആദ്യം തീരുമാനിച്ചത് ജ്യോതിക ആയിരുന്നുവെന്ന് നേരത്തെ തരുൺ മൂർത്തി വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ ഒരു വേൾഡ് ടൂർ പ്ലാൻ ചെയ്തതിനാൽ തുടരുമിൽ വേഷമിടാൻ പറ്റാതാകുകയായിരുന്നു. തുടർന്നാണ് ശോഭന നായികയായി എത്തിയത്. തുടരും കണ്ട് ജ്യോതിക വിളിച്ചെന്ന് ചിത്രത്തിന്റെ നിർമ്മാതാവ് രഞ്ജിത്തും വെളിപ്പെടുത്തിയിരിക്കുകയാണ്. തുടരും കണ്ട് വിളിച്ചെന്നും ഈ സിനിമ തനിക്ക് നഷ്ടമായല്ലോ എന്നാണ് ജ്യോതിക ചോദിച്ചതെന്നും രഞ്ജിത്ത് വെളിപ്പെടുത്തി. പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നു, ആ കഥാപാത്രത്തിലേക്ക് യോജിച്ചത് ശോഭന തന്നെയായിരുന്നു. കഥ കേട്ടപ്പോൾ തന്നെ ആ സിനിമ ഓടുമെന്ന് തന്നെ വിളിച്ച് ശോഭന പറഞ്ഞതായും രഞ്ജിത്ത് വെളിപ്പെടുത്തി. പ്രോഗ്രാം ഉണ്ടെങ്കിലും ശോഭനയുടെ ഡേറ്റുകൾ തനിക്ക് അയച്ചു തരികയും അതിനനുസരിച്ച് ചാർട്ട് ചെയ്യുകയുമായിരുന്നുവെന്നും രഞ്ജിത്ത് വെളിപ്പെടുത്തിയുണ്ടായി. എന്തായാലും ഈ ചിത്രത്തിന്റെ ഇത്രയും മികച്ച വിജയവും റെസ്പോൺസും ഒക്കെ ആഘോഷിക്കുക തന്നെയാണ് മോഹൻലാലിന്റെ ഫാൻ ബോയ്കളായ കാർത്തിയും സൂര്യയും ഒക്കെ. അതിനപ്പുറം ജ്യോതിക പറഞ്ഞ ഇക്കാര്യം ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നു. എന്തായാലും നോൺ സ്റ്റോപ്പായി തന്നെയാണ് തുടരുമെന്ന ചിത്രം ഇപ്പോഴും ബോക്സ് ഓഫീസിൽ റൺ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനവുമായി മുന്നോട്ട് പോവുകയാണ് തുടരുമെന്ന ചിത്രം. മോഹൻലാലിനെ നായകനാക്കി തരുൺ മൂർത്തി സംവിധാനം ചെയ്ത സിനിമയ്ക്ക് റിലീസ് ദിവസം മുതലേ പോസിറ്റീവ് പ്രതികരണമായിരുന്നു ലഭിച്ചത്. ഒരു ടാക്സി ഡ്രൈവറുടെ വേഷത്തിൽ മോഹൻലാൽ എത്തിയ സിനിമ മികച്ച അഭിനയ മുഹൂർത്തങ്ങൾക്കൊപ്പം ത്രില്ലിംഗ് ആയ സ്റ്റോറി ടെല്ലിംഗും പ്രേക്ഷകർക്കായി സമ്മാനിച്ചിരുന്നു. ഇതിനൊപ്പം ബോക്സ് ഓഫീസിലും ഒന്നിനു പിറകെ ഒന്നായി റെക്കോർഡുകളും ചിത്രം തീർക്കുന്നു. 100 കോടിയും 200 കോടിയുമെല്ലാം അതിവേഗം നേടിയ ചിത്രം കേരള ബോക്സ് ഓഫീസിലും ഒന്നാമതായിരുന്നു. ഇപ്പോൾ മലയാള സിനിമയ്ക്ക് ഇതുവരെ എത്തിപ്പിടിക്കാനാകാത്ത ഒരു നേട്ടവും തുടരും അനായാസമായി സ്വന്തമാക്കിയിരിക്കുകയാണ്. ട്രാക്കിംഗ് പുറത്തുവിടുന്ന റിപ്പോർട്ട് പ്രകാരം ചിത്രത്തിന്റെ ഷോകളിൽ നിന്ന് മാത്രം 100 കോടിയാണ് സിനിമ സ്വന്തമാക്കിയിരിക്കുന്നത്. ട്രാക്ക്ഡ് കളക്ഷനിൽ മലയാള സിനിമ ആദ്യമായി ഈ നേട്ടം സ്വന്തമാക്കുന്നത്. കേരള ബോക്സ് ഓഫീസിൽ 110 കോടിക്ക് മുകളിലും ആഗോള ബോക്സ് ഓഫീസിൽ 220 കോടിക്ക് മുകളിലുമാണ് തുടരും ഇതുവരെ നേടിയിരിക്കുന്നത്. 24 ദിവസങ്ങൾക്ക് ശേഷവും ഹൗസ്ഫുൾ ഷോസുമായാണ് മോഹൻലാൽ ചിത്രം മുന്നേറുന്നത്. അതുകൊണ്ട് എമ്പുരാന്റെ ഇൻഡസ്ട്രി ഹിറ്റ് പദവിയും മോഹൻലാൽ തന്നെ ഒരുപക്ഷെ തിരുത്തി കുറിച്ചേക്കാം. ഒരു മോഹൻലാൽ ചിത്രത്തിന് പോസിറ്റീവ് വന്നാൽ സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പല ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ അതിന്റെ ഓരോരോ ഭാഗങ്ങളാണ്. ബോക്സ് ഓഫീസിൽ റെക്കോർഡുകൾ സൃഷ്ടിച്ചും കടത്തിവെട്ടിയും മോഹൻലാൽ ചിത്രം തുടരും 25 ദിവസങ്ങൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഈ സന്തോഷം പങ്കുവച്ച് മോഹൻലാൽ രംഗത്ത് എത്തുകയും ചെയ്തിരിക്കുന്നു. മഹത്തായ 25 ദിവസങ്ങൾ എന്നാണ് മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. ഒപ്പം പുതിയ പോസ്റ്ററും അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടുണ്ട്. 25ാം ദിവസത്തിന്റെ പോസ്റ്റർ വന്നതിന് പിന്നാലെ കമന്റുകളുമായി ആരാധകരും രംഗത്ത് എത്തിയിട്ടുണ്ട്. മലയാളിക്ക് ബെൻസിനോടുള്ള ഭ്രമം തുടരും, ആനന്ദം പരമാനന്ദം. ഒരു സിനിമയുടെ ജീവൻ ആ സിനിമയുടെ കഥ തന്നെ. ആ സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാ ആർട്ടിസ്റ്റുകളുടെയും അധ്വാനത്തിന്റെ ഫലം ലഭിച്ച ഒരു സിനിമയാണ് തുടരും എന്നിങ്ങനെ പോകുന്നു പ്രേക്ഷകരുടെ കമന്റുകൾ. മലയാളത്തിലെ ഭൂരിഭാഗം പ്രേക്ഷകർക്കും ഇഷ്ടമായ ഒരു ചിത്രം തന്നെയാണ് തുടരുമെന്ന ചിത്രം. കാരണം ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കണ്ട ചിത്രങ്ങളിൽ ഒന്നാണ് തുടരുമെന്ന ചിത്രം. ഏതാണ്ട് 70 ലക്ഷത്തിന് മുകളിലുള്ള കാഴ്ചക്കാരെയാണ് തിയേറ്ററിലേക്ക് തുടരുമെന്ന ചിത്രത്തിലൂടെ മോഹൻലാൽ എത്തിച്ചത്. ബുക്ക് മൈ ഷോ ടിക്കറ്റ് ബുക്കിംഗ് ആപ്പ് എടുത്ത് നോക്കിയാൽ ഇന്നത്തെ ദിവസവും നിങ്ങൾക്ക് കാണാൻ കഴിയും തുടരുമെന്ന ചിത്രം ടിക്കറ്റ് വിൽപ്പനയിൽ ബഹുദൂരം മുന്നിലാണ് എന്നുള്ളത്. ഏതാണ്ട് മണിക്കൂറിൽ 2 കൈക്കടുത്തുള്ള ടിക്കറ്റുകളാണ് തുടരുമെന്ന ചിത്രം ഈ സമയത്തും വിൽക്കുന്നത്. 25ാം ദിവസം കഴിയുമ്പോഴും. കൂടാതെ നമ്മൾ മലയാളികൾ മാത്രമല്ല മോഹൻലാൽ എന്ന താരത്തെ ആരാധിക്കുന്നത്. ഈ തുടരുമെന്ന വിജയത്തിൽ നിരവധി പേരാണ് മോഹൻലാലിനെ പ്രശംസിച്ചുകൊണ്ട് എത്തുന്നതും. കഴിഞ്ഞ ദിവസങ്ങളിൽ വൈറലായ ഒരു വീഡിയോ നിങ്ങൾക്ക് കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങ് അറബി നാട്ടിൽ വരെ മോഹൻലാലിനെ ഇത്ര കണ്ട് പുകഴ്ത്തുന്ന ആൾക്കാരും ഉണ്ട് എന്നതാണ് അത്ഭുതകരമായ കാര്യം. पागल हो गया है अब देखो जब हम क्या बात कह रहा हूँ मरता है नो शाहरुख खान नो सलमान खान नो अमिताभ बच्चन शाहरुख खान सलमान खान ओनली नंबर 1 in India. हमको बड़ा बोलो हम जरा देता हमको बड़ा हम बात वो हम सर मत आप पाएगा ना विजिट थैंक यू शुक्रान